ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇനി എന്നാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമ്മൾ അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇനി എപ്പോഴാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞങ്ങൾക്ക് എപ്പോഴാണ് ഇനി ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം 2025 ജൂലൈ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് കഴിഞ്ഞാൽ അവർ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഇയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് ഞങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർഷത്തിൽ ഒരു ഇൻടേക്ക് ആണ് വരുന്നത്. അതായത് നമ്മുടെ കേരളത്തിലുള്ള നോർമൽ യൂണിവേഴ്സിറ്റീസിനെ പോലെ തന്നെ വർഷത്തിൽ ഒരു ഇൻടേക്ക്, അതും ജൂൺ ജൂലൈ ടൈമിലാണ് അവർ ഓരോ ഇൻടേക്കുകളും നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2025 ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ബാച്ച് നമുക്ക് വരുന്നത് 2026 ജൂൺ ജൂലൈ ആണ്. അതായത് നെക്സ്റ്റ് ഇയർ ജൂൺ ജൂലൈയിലാണ് അടുത്ത ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇൻടേക്ക് വരുന്നത്. അപ്പോൾ അടുത്ത ബാച്ചിലേക്ക്, അതായത് ജൂൺ ജൂലൈ 2026 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അടുത്ത വർഷമല്ലേ നമുക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഇപ്പോഴന്നെ അഡ്മിഷൻ എടുത്ത് വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അതായത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, എന്തെങ്കിലും വർക്ക് പാരലലി ചെയ്യുന്ന സ്റ്റുഡൻസ്, വീട്ടമ്മമാര്, അല്ലെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ചിലപ്പോൾ ലോങ് ഗ്യാപ്പിന് ശേഷം ഒരു ഡിഗ്രി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ +2 കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ തന്നെ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ബേസിക് ആയിട്ട് അവരുടെ ഡിഗ്രി കോഴ്സുകളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവരെടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ്, അതിൽ എത്ര പേപ്പേഴ്സ് വരുന്നുണ്ട്, അതിൻ്റെ സിലബസ് എങ്ങനെയാണ്, അങ്ങനെ ഒരു കോഴ്സിൻ്റെ അവയർനെസ് ആണ് നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് നോളജ് ഉള്ള കുട്ടികൾക്ക് പിന്നീട് ആ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന സമയത്ത് അത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ ഒരു കോഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്, അതായത് നെക്സ്റ്റ് ബാച്ചിലെ ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ അവർക്ക് അവരുടെ കോഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ അവർക്ക് എഴുതുന്നതിന് മുന്നേ തന്നെ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും.
പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് അതിൻ്റെ ഇൻടേക്ക് വരുന്നത് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ഇൻടേക്കിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ 3 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീണ്ടും അടുത്ത വർഷം എന്ന് ചിന്തിച്ചിരിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഏജ് ആണ് കൂടുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്ന സിലബസിനും കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന ഇൻടേക്കുകളിലേക്ക് തന്നെ മാക്സിമം നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുത്തോളൂ. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വൈകിക്കേണ്ട, ഡിഗ്രി കോഴ്സുകൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.